സൗത്ത് ജർമ്മനിയിലെ ബവേരിയയിലെ ബോൾസ്റ്റർലാങ് എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബോൾസ്റ്റർലാങ്ങിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ നമ്മൾ കാർ വഴി സഞ്ചരിച്ചാൽ നമുക്ക് ഓസ്ട്രിയയിൽ എത്താൻ പറ്റും. അതായത് ജർമ്മനിയുടെ ഏറ്റവും താഴെ സൗത്തിലാണ് ഈ ബോൾസ്റ്റർലാങ്. ഈ പ്രദേശങ്ങളിൽ കൂടുതലും വില്ലേജസ് ആണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ആൽപ്സ് ഉണ്ട്. ഈ പശുക്കളുടെ കഴുത്തിലുള്ള ഈ വലിയ ബെല്ലുണ്ടല്ലോ, ഇത് ഡെക്കറേഷൻ പർപ്പസ് വേണ്ടി മാത്രമല്ല, ഇത് പണ്ട് കാലത്ത് വിന്റർ സമയത്ത് ഈ ഫാമേഴ്സ് മലമുകളിൽ ഇവരെ മേയ്ക്കാൻ വിടാൻ നേരത്ത് ഹെവി സ്നോഫോളും ഫോഗും ഉള്ള സമയത്ത് ഫാമേഴ്സിന് ഈ പശുക്കൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ ബെല്ല് അവർ കെട്ടിത്തൂക്കി വിട്ടിരുന്നത്. അപ്പോൾ ശബ്ദം കാരണം എവിടെയാണെന്ന് പശുക്കളെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഓരോ ബെല്ലിനും വ്യത്യസ്തമായ സൗണ്ടാണ്. സോ ഫാമേഴ്സിന് അറിയാൻ പറ്റും ഏത് പശുവാണ് എവിടെയാണ് ഉള്ളതെന്ന്. പിന്നീട് അതൊരു കൾച്ചറിന്റെ ഭാഗമായി പിന്നീട് ഈ ആൽപ്സിൽ അല്ലെങ്കിൽ സൗത്ത് ജർമ്മനിയിൽ ഇതൊരു ആചാരം തന്നെയായി മാറി. ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറേ വാദങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതായത് പശുവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് സ്വരം കേട്ട് അത് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും, അവരുടെ ചെവി അടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വാദങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ ആൽപ്സിലുള്ള ഫാമേഴ്സ് ഇപ്പോഴും ഈ കൾച്ചർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ എൻഡ് ഓഫ് ദ ഡേ അവരുടെ പശുവിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് പശുവിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.